മറിയക്കുട്ടിയുടെ കാര്യങ്ങളെല്ലാം സാറിന് അറിയാലോ. ഒരു ഒരു ക്ഷേമ പെൻഷന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് അന്ന് മറിയക്കുട്ടിയുടെ കാര്യങ്ങളെല്ലാം ഈ കേരളം സമൂഹം മൊത്തം ചർച്ചയാവുകയായിരുന്നു. സത്യം പറഞ്ഞാൽ നർമ്മരസം തുളുമ്പുന്ന ഓരോ വാക്കുകളും കാര്യങ്ങളും എല്ലാം ഒരു സമയത്ത് കേരളം ഏറ്റെടുത്തിരുന്നു. അവരുടെ വായിൽ നിന്ന് എന്താ വരുന്നതെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും ഇവരെ പേടിയാണ്. ഇത് പിന്നെ ഇതുപോലുള്ള നിരവധി മറിയക്കുട്ടിമാർ കേരളത്തിലുണ്ട്. അതിലൊരു പ്രതിനിധിയാണ് അവരുടെ എല്ലാം. അനേകം മറിയക്കുട്ടിമാരുടെ ശബ്ദമാണ് ആ കേട്ടത്. ക്ഷേമ പെൻഷൻ മാത്രമല്ല, കേരളത്തിൻ്റെതായ നിരവധി ആവശ്യങ്ങളാണ് ഈ പിച്ചച്ചട്ടി എടുത്തപ്പോൾ മറിയക്കുട്ടിയിലൂടെ കേരള ജനത കേട്ടത്. ഇത്രയും പ്രായമുള്ള, അതും ഒരു ഗ്രാമപ്രദേശത്തുകാരിയായ മറിയക്കുട്ടി രംഗത്ത് വന്നപ്പോൾ ബാക്കി ഈ അതിന് താഴെയുള്ളവരൊക്കെ വല്ലാതായിപ്പോയി. നമ്മളൊക്കെ ഒരു പ്രതികരണശേഷി ഇല്ലാത്തവരായി പോയോ എന്ന് സ്വയം ചോദിച്ചവരുണ്ട്. അതൊന്ന് ശരിയാണ്. അന്ന് എല്ലാവരും കേരളം ഒത്തൊരുമിച്ച് തന്നെ മറിയക്കുട്ടിയുടെ ഭാഗത്തുണ്ടായിരുന്നു. ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാത്തതിന് എല്ലാം നമ്മളതെല്ലാം കണ്ടതാണ്. പക്ഷേ ഇവരുടെ ഈ മാറി മറിഞ്ഞുള്ള ചില തീരുമാനങ്ങളും ചില വാക്കുകളും ഒക്കെ എന്താ പറയുന്നത്, നമുക്ക് തന്നെ സംശയം ഉണ്ടാകുന്ന തരത്തിലല്ലേ ഇപ്പോൾ? അല്ലല്ല, അത് സംശയം ഉണ്ടാക്കിച്ചു. ശരിക്കും ഇവരെയിട്ട് എല്ലാവരെയും എല്ലാ പാർട്ടികളെയിട്ട് വട്ടം കറപ്പിക്കുന്ന ഒരു പ്രവണതയല്ലേ? ആണോ? അല്ല, ഇതാണ് ഇവര് LDF ഭരിച്ചാലും UDF ഭരിച്ചാലും ഇത്തരത്തിലാണ് എന്നുള്ള രീതിയിലാണ് അവർ വന്നത്. ഇപ്പം ക്ഷേമ പെൻഷൻ എന്നുള്ളത് ഒരു കാര്യം. ഇതുപോലുള്ള നിരവധി കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആ പിച്ചച്ചട്ടി കൊണ്ടുനിന്ന് അപേക്ഷിച്ചത്. അവരെ എന്ത് മോശമായി ചിത്രീകരിച്ചു. ഇവരുടെ മക്കൾ അമേരിക്കയിലാണ് എന്നൊക്കെ വരെ പിന്നെ CPMകാരും ദേശാഭിമാനി പത്രമൊക്കെ പറയുകയും എഴുതാനും തുടങ്ങിയില്ലേ? ദേശാഭിമാനി അവരോട് പറഞ്ഞത് എന്താണ്? അങ്ങനെയാണെങ്കിൽ അവരോട് പറ എനിക്ക് പൈസ അയച്ചു തരാനെന്ന്, അല്ലേ എന്ന് മറുപടി കൊടുത്തു. ഇവർക്ക് വസ്തുവകകളുണ്ട് അടിമാലിയിൽ ധാരാളം എന്നൊക്കെ പറയാൻ തുടങ്ങി. അതിൻ്റെയും കൃത്യമായ കണക്ക് അവർ കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ അവരെ അങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. എല്ലാവരും വിചാരിച്ചത് ഏതോ ഒരു നാട്ടും പുറത്തുകാരി എന്തോ എഴുന്നേറ്റ് നിന്ന് ജൽപ്പനങ്ങൾ നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ തക്കതായ മറുപടി കൊടുത്തു. തൃശ്ശൂരിൽ നടന്ന ഒരു വനിതാ ശാക്തീകരണ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം വേദിയിലിരുന്നില്ലേ? അത് ചിലരുടെ കാര്യമാണോ അത്? ആ ഒരു പ്രായത്തിൽ ഒരു നാട്ടുംപുറത്തുകാരി അല്ലേ, അത് ഒരു പ്രധാനമന്ത്രിയോടൊപ്പം. ശരിക്കും ഒരു ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ സാറ് പറയുന്നോണം ആ ഒരൊറ്റ എത്ര വയസ്സ് കാണും, ഒരു 70-80 വയസ്സുള്ള സ്ത്രീക്ക് ഇത്രയേറെ ഒരു കേരളത്തിൽ കോളിളക്കം സൃഷ്ടിക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ വ്യക്തിക്ക് ഇപ്പം പ്രതിപക്ഷം ചെയ്യട്ടെ ഓരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് നീതി കിട്ടാൻ വേണ്ടി അവർ ചെയ്യട്ടെ എന്നുള്ളത് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ തന്നെ ഓരോരുത്തരും മുന്നിട്ടിറങ്ങിയാൽ തീരാവുന്നതേ ഉള്ളൂ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെന്നുള്ളതല്ലേ നേരത്തെ പറഞ്ഞത്. ശരിയാണ്. എല്ലാവരും അപ്പോൾ നമുക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടോ എന്ന്. പ്രതിപക്ഷം എന്ന് പറയുന്ന അവരിവിടെ ഇല്ലേ? കേരളത്തിൽ ഇപ്പം ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നതും നേരത്തെ ഉണ്ടായിരുന്നതാണ്. ആ പെൻഷനാണ് കാലങ്ങളായി മുടങ്ങിക്കിടന്നത്. അതിനുവേണ്ടിയാണ് മറിയക്കുട്ടി രംഗത്ത് വന്നത്. എന്നാൽ ആ വിഷയമെങ്കിലും ഏറ്റെടുത്തു കൊണ്ടുവരാൻ ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷികളായ കോൺഗ്രസിന് സാധിച്ചോ? ഇല്ല. സുരേഷ് ഗോപി അവിടെ എത്തി ഉടനെ പിന്നെ പോക്കറ്റിൽ നിന്ന് പണം കൊടുത്തു. എന്നിട്ട് മാസം തോറും അവിടെ പിന്നെ പണം എത്തുമെന്നും പറഞ്ഞു. പണം കൃത്യമായി എത്തുന്നുണ്ടെന്നാണ് പറഞ്ഞത്. സുരേഷ് ഗോപി വഴിയാണ് തൃശ്ശൂരിലെ ആ വനിതാ സമ്മേളനത്തിൽ അവിടെ കൊണ്ടുവന്ന് എത്തിച്ചതും. പ്രധാനമന്ത്രിയുടെയൊക്കെ ശ്രദ്ധയിൽ വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ BJPയിൽ അംഗത്വം കൊടുത്തു. പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി അവർ പറയുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ അതിലിപ്പം നമുക്കറിയാം UDF അവർക്ക് ഈ പറഞ്ഞ ഭവനം നിർമ്മിച്ചു കൊടുത്തു. അപ്പം അന്ന് പറഞ്ഞു UDFനോടൊപ്പം VD സതീശനോടൊപ്പം എന്ന് പറഞ്ഞ് അവർ പിന്നീട് ഇപ്പോൾ ഈ മറുകണ്ഠം ചാടി ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഈ സൗന്ദര്യപ്പിണക്കങ്ങൾ പോലെ. ഈ പാലുകാച്ചിന് ഇത്തരത്തിൽ കോൺഗ്രസ് ആരും വന്നില്ല, ഞാൻ ഇന്നടുത്ത് പോകാൻ നേരം പല കാര്യങ്ങൾക്ക് സമീപിച്ചപ്പോൾ കോൺഗ്രസ് സമ്മതിച്ചില്ല എന്ന് ശരിക്കും പറഞ്ഞാൽ പാർട്ടിക്കാരെയൊക്കെ ഇട്ട് വട്ടം ചുറ്റിച്ച് ഉള്ള ഇവരുടെ ഒരു ചില പ്രവണതകൾ ശരിയാണ്. അല്ല, പാർട്ടിക്കാരെ വട്ടം ചുറ്റിക്കുന്നതാണ് വേണ്ടത്. പാർട്ടിക്കാർ ജനങ്ങളെ വട്ടം ചുറ്റിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിന് തിരിച്ചടിയാണ് മറിയക്കുട്ടി കൊടുത്തിരിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ളവർ വേണം. ഇവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഇതുമില്ല. വളരെ നിഷ്കളങ്കമായിട്ട്
അവർക്കാരെയും ഭയക്കേണ്ട കാര്യമില്ല. എന്നെ പിന്നെ വെട്ടിക്കൊല്ലും അല്ലെങ്കിൽ വണ്ടി കയറ്റിക്കൊല്ലും എന്നൊന്നും അവർ ഭയക്കുന്നില്ല. അവർ നിഷ്കളങ്കയാണ്. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് അവർ പറയുന്നു. ആര് ഭരിക്കുന്നവരാണ് ജനങ്ങളെ സംരക്ഷിക്കേണ്ടത്, പ്രജകളെ സംരക്ഷിക്കേണ്ടവരാണ് ഭരണകർത്താക്കൾ. അതില്ലാതെ വന്നപ്പോഴാണ് അവർ ചോദ്യം ചെയ്യുന്നത്. അത് പിന്നെ പിണറായി വിജയനായാലും ഇനി ആരായാൽ പോലും, ഇനി നരേന്ദ്രമോദി ആയാൽ പോലും, നരേന്ദ്രമോദിയെ കണ്ടപ്പോൾ പലരും ചോദിച്ചു, എന്താ നരേന്ദ്രമോദിയെ കണ്ടു കഴിഞ്ഞല്ലോ, എന്താണ് അതിനകത്ത്, അതെന്താ ഇന്ത്യയുടെ പിന്നെ പ്രധാനമന്ത്രിയാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ എനിക്ക് കാണാനുള്ള പിന്നെ അവകാശം ഉണ്ട്. അതാണ് ശരി. അത് ഒരു രാജ്യത്തെ ഒരു പൗരൻ്റെ അല്ലെങ്കിൽ പൗരിയുടെ പിന്നെ അതൊരു അവകാശപ്പെട്ടതാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അവകാശപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിൽ സമർത്ഥയാണെന്നുള്ളതാണ്. ഈ പിച്ചച്ചട്ടിയിലൂടെ കേരളത്തിൽ ഒരു ചെറിയ കുലുക്കം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലേ അവർക്ക്? തീർച്ചയായിട്ടും. അപ്പോൾ ഇതുപോലെ അനേകം മറിയക്കുട്ടിമാർ സംഘടിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ഒരു വലിയ വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് പഴയ കാലമല്ലേ, സമൂഹ മാധ്യമങ്ങളുടെയൊക്കെ ഇതിലൂടെ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പെട്ടെന്നങ്ങ് വ്യാപിക്കുകയാണ്. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ആശാവർക്കർമാർ 100 ദിവസത്തിലധികമായി സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ആ സമരത്തെ പോലും വേണ്ട തരത്തിൽ അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവരോടൊപ്പം നിൽക്കാൻ ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിന് കഴിയുന്നില്ല. ഇത് വേണ്ട തരത്തിൽ അവർക്ക് മുതലെടുക്കാമെന്നുള്ളതാണ്, മുതലെടുക്കുന്നില്ല. അപ്പോഴും ഇവരെന്താണ്, ഇവരുടെ കോൺഗ്രസ്സുകാരുടെ സ്വതേയുള്ള സ്വഭാവം അനുസരിച്ച് പോകുന്നു. അവർക്ക് പിന്നെ പിണറായിക്ക് തന്നെ വീണ്ടും തുടർഭരണത്തിനുള്ള സാഹചര്യം കോൺഗ്രസ് തന്നെ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം മറിയക്കുട്ടിമാരെ പോലുള്ളവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രതിപക്ഷത്തിൻ്റെ റോളാണ് പിന്നെ യഥാർത്ഥത്തിൽ മറിയക്കുട്ടി ചെയ്തതെന്നുള്ളതാണ്. അതുകൊണ്ട് കേരളത്തിൽ ഇപ്പൊ മറിയക്കുട്ടിയുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇപ്പൊ BJP-യിലേക്ക് ഇപ്പൊ മറിയക്കുട്ടിയെ എടുത്തത് അതെന്തായിരിക്കും അതിൻ്റെ ഇത്? കാരണം മറിയക്കുട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഇന്ന് വീട് വാങ്ങി, അതൊരു നെഗറ്റീവായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി ഇത്തരത്തിൽ വീട് നൽകി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി. ഇപ്പം ക്ഷേമ പെൻഷൻ ഇപ്പം 2 മാസമായിട്ട് കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിലും അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. അവർക്ക് ഇപ്പോൾ ജീവിക്കാനുള്ള ഒരു ഇപ്പോൾ വീടാണല്ലോ ഏറ്റവും മെയിൻ, അത് നല്ല ഭംഗിയുള്ള ഒരു വീടും വെച്ചു കൊടുത്തു. അപ്പം വീട് ഈ മറുകണ്ഠം ചാടുമ്പം അല്ല, വീട് വെച്ച് നൽകിയ ചാടുന്ന മറിയക്കുട്ടിക്ക് പ്രശ്നമില്ല. മറിയക്കുട്ടി ഈ പറയുന്ന രാഷ്ട്രീയക്കാരെ എല്ലാത്തിനും ഇട്ട് വട്ടം ചുറ്റിക്കുക. പക്ഷേ ഇത് ഏറ്റെടുക്കുന്ന BJP അത് ബാധിക്കാൻ സാധ്യത. അല്ല, വീട് വെച്ച് കൊടുത്തപ്പോൾ അവർ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ആജീവനാന്തം ഞാൻ കോൺഗ്രസ്സുകാരിയാണ്, ഞാൻ കോൺഗ്രസിൽ തന്നെ. ഇവർ കോൺഗ്രസ്സുകാരി ആയിരുന്നിരിക്കണം മറിയക്കുട്ടി. കോൺഗ്രസ്സുകാർ പണ്ടേ തന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്ത് വന്നിട്ടുള്ള. അപ്പൊ ഞാൻ ഇനി അത് കോൺഗ്രസിൽ തന്നെ തുടരും എന്നൊന്നും പറഞ്ഞിട്ടില്ല. BJP കോൺഗ്രസിലെ പ്രമുഖർ പോകുന്നില്ലേ, മുഴുവൻ സമയം പാർട്ടി പ്രവർത്തകർ പോകുന്നു. വലിയ വലിയ നേതാക്കൾ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോകുന്നു. പിന്നെയാണോ ഒരു എളിയ പ്രവർത്തകയായിട്ടുള്ള മറിയക്കുട്ടി? അവർക്ക് ആ പ്രസ്ഥാനത്തിനകത്തെ അവരുടെ ഇപ്പോൾ നിൽക്കുന്ന നേതാക്കന്മാരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തന രീതിയുമായിട്ട് യോജിക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ BJP-യിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നരേന്ദ്രമോദിയെ പോലുള്ള ഒരു പ്രധാനമന്ത്രിയിൽ നിന്ന് രാജ്യത്തിനുണ്ടാകുന്ന നേട്ടങ്ങൾ കണ്ടിട്ടാകാം മറിയക്കുട്ടി അത്തരത്തിലൊരു തീരുമാനം എടുത്തത്.